കോട്ടയം വൈക്കത്ത് വടയാറിൽ സ്ഥിതി ചെയ്യുന്ന ഇളങ്കാവ് ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ആറ്റുവേല ഉത്സവം നടക്കുന്നത്. ആണ്ടിലൊരിക്കൽ കൊടുങ്ങല്ലൂർ ഭഗവതി സഹോദരിയായ ഇളങ്കാവൽ ഭഗവതിയെ ദർശിക്കാൻ സർവാഭരണ വിഭൂഷിതയായി ജലമാർഗം വടയാറിലേക്ക് എഴുന്നള്ളുന്നു എന്നാണ് സങ്കല്പം. 2 വലിയ കേവുവള്ളങ്ങൾ ചേർത്ത് വെച്ച് നിർമ്മിക്കുന്ന ചങ്ങാടത്തിൽ തീർത്ത 3 നിലകളുള്ള ആറ്റുവേലച്ചാടിലാണ് ഭഗവതിയുടെ എഴുന്നള്ളത്ത്. നിർമ്മാണം പൂർത്തിയാക്കി പുഷ്പാലങ്കാരത്തോടെയുള്ള ആറ്റുവേലച്ചാട് ഇളങ്കാവ് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾക്കു ശേഷം തലേനാൾ രാവിലെ ക്ഷേത്രത്തിന്റെ വടക്കു പടിഞ്ഞാറ് മറവൻതുരുത്ത് ആറ്റുവേലക്കടവിലെ ക്ഷേത്രതീരത്ത് എത്തിക്കും. മേജർ ക്ഷേത്രങ്ങളിൽ അറിയപ്പെടുന്ന ഒരു ഭദ്രകാളി ക്ഷേത്രമാണ് വടയാർ മേജർ ഇളങ്കാവ് ദേവി ക്ഷേത്രം. ആണ്ടുതോറും 2 ഉത്സവങ്ങളാണ് ഇവിടെ ഏറ്റവും പ്രധാനം. ഒന്ന് കൊടിയേറി 8 ദിവസത്തെ ആറാട്ടുപുഴയുടെ ഉത്സവം, മറ്റൊന്ന് ആറ്റുവേല. ആറ്റുവേല എന്ന് പറയുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു ക്ഷേത്രത്തിലില്ലാത്ത ഒരു ജലോത്സവം തന്നെ എന്ന് വേണം പറയാം. 20 ടൺ കേവ് ഭാരമുള്ള 2 വള്ളങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ മാതൃക പണിത് കൊടുങ്ങല്ലൂർ ഭഗവതിയെ ആനയിച്ച് കൊണ്ടുവരുന്ന ഒരു ചടങ്ങാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. അനിയത്തിയെ കാണാൻ വരുന്നു എന്നുള്ളതാണ് സങ്കല്പം. അവിടുന്ന് ക്ഷേത്രത്തിലേക്ക് ആനയിച്ച് കൊണ്ടുവരുന്നതാണ് ഈ ആറ്റുവേല മഹോത്സവത്തിൻ്റെ ഒരു പ്രാധാന്യം. പിറ്റേന്ന് പുലർച്ചെ 1 മണിയോടെ ആറ്റുവേലക്കടവ് ക്ഷേത്രത്തിന്റെ പുറക്കളത്തിൽ കുരുതിക്ക് ശേഷം ആറ്റുവേലച്ചാടിന്റെ മുകളിലത്തെ നിലയിൽ പ്രത്യേകം തയ്യാറാക്കിയ ശ്രീകോവിലിൽ കൊടുങ്ങല്ലൂരമ്മയെ ആവാഹിച്ചിരുത്തുന്നു. ശേഷം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ദീപാലങ്കൃതമായ ആറ്റുവേലച്ചാട് മൂവാറ്റുപുഴയാറിലൂടെ ഇളങ്കാവ് ദേവീക്ഷേത്രത്തിലേക്ക് ജലമാർഗം പ്രയാണം ആരംഭിക്കും. വിവിധ കരകളിൽ നിന്ന് ജലമാർഗം എത്തിയ ഗരുഡൻ പറവകൾ ആറ്റുവേലയ്ക്ക് അകമ്പടി സേവിക്കും. 6 ഓളപ്പരപ്പുകളിൽ ചക്രം പോലെ കറങ്ങിയാണ് ആറ്റുവേലച്ചാടും മറ്റു ചാടുകളും നീങ്ങുന്നത്. ദീപാലങ്കൃതമായ ചാടുകൾ ഓളപ്പരപ്പിൽ തെന്നി നീങ്ങുന്നത് കാഴ്ചയ്ക്ക് പ്രത്യേക അനുഭൂതി പകരും. 2 കരകളിലുമായി നിന്ന് ആയിരങ്ങൾ കൊടുങ്ങല്ലൂർ ഭഗവതിക്ക് പ്രാർത്ഥനകൾ അർപ്പിക്കും. പുലർച്ചെ ഇളങ്കാവ് ക്ഷേത്ര തീരത്തെത്തുന്ന ആറ്റുവേലച്ചാടിൽ നിന്ന് കൊടുങ്ങല്ലൂരമ്മയെ ആനപ്പുറത്തെഴുന്നള്ളിക്കും. ക്ഷേത്ര മതിൽക്കെട്ടിനു പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ പള്ളിശ്രാമ്പിലേക്കാണ് ദേവിയെ എഴുന്നള്ളിച്ചിരുത്തുക. കൊടുങ്ങല്ലൂർ ഭഗവതി വെളിച്ചപ്പാടിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച് ഇവിടെ വസൂരി ബാധിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് ദേവിയുടെ ഒരു സാന്നിധ്യം ഉണ്ടായി. അവിടുന്ന് കൊടുങ്ങല്ലൂർ യാത്ര പുറപ്പെട്ട് വള്ളത്തിലാണ്, വഞ്ചിയിലാണ് വന്നത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ആറ്റുവേല എല്ലാ വർഷവും നടക്കുന്നത്.
ആറ്റുവേലച്ചാടിന് അകമ്പടിയായി എത്തിയ തൂക്കച്ചാടുകളിലെ ഗരുഡൻ പറവകൾ ചൂണ്ടകുത്തി പള്ളിസ്രാമ്പിന് പ്രദക്ഷിണം വെച്ച ശേഷം പയറ്റ് അവസാനിപ്പിക്കും. ശേഷം ആറ്റുവേല ദർശനവും നടക്കും. ആറ്റുവേലയ്ക്ക് ശേഷം ചാട് ഇളങ്കാവ് ക്ഷേത്രത്തിൽ സൂക്ഷിക്കും. പ്രത്യേകം അവകാശമുള്ളവരാണ് എല്ലാ വർഷവും ആറ്റുവേലച്ചാടിന്റെ നിർമ്മാണം നടത്തുന്നത്. വ്രതശുദ്ധിയോടെ ആചാരപരമായാണ് ചാടിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത്. 12 വിളംബര അവകാശികളുണ്ട്. അവരുടെ നേതൃത്വത്തിൽ തച്ചനും ആശാരികളും കൂടി ഈ 3 നിലയുടെ അമ്പലം പണിത് ഇവിടെ അതിന് പണിയുന്നതിന് മുമ്പ് ഞങ്ങളിവിടെ വന്ന് തിരുവോണ നാളിൽ ഈ ആറ്റിലക്കടവിൽ കൊടിമരം മുറിച്ച് കൊടി കയറ്റി അതിൻ്റെ ശേഷം ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഈ ആറ്റിലുള്ള പള്ളി തുടങ്ങുള്ളൂ. അതിന് പിണ്ടിപ്പുഴ എന്ന് പറഞ്ഞ ഒരു ചടങ്ങുണ്ട്. ഒരു നാടിന്റെ സംസ്കാരവും പൈതൃകവും ആചാരവും എല്ലാം നിറഞ്ഞതാണ് ആറ്റുവേല. ജാതിമത ഭേദമന്യേ എല്ലാവരും ഒന്നായി ആഘോഷിക്കുന്ന ആറ്റുവേല കേരളത്തിന് തന്നെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ വർണ്ണാഭമായ ഏടാണ്. ന്യൂസ് മലയാളം, കോട്ടയം.